എല്ലാവർക്കും റോൾ മോഡൽ ആളുകളുടെ പേരുകൾ മുഴുവൻ വെക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ അധികാരത്തിന്റെ ആർത്തിമൂത്ത് ഇന്ത്യ വിഭജനം നടത്തിയ നെഹ്റുവിന്റെ പേര് എവിടെയൊക്കെ വെച്ചു? ആയിരക്കണക്കിന് ഇന്ത്യ വിഭജനം നടത്തിയത് നെഹ്റു ആണെങ്കിൽ അതിനുള്ള ആശയം ആദ്യം രൂപീകരിച്ച ആളുകൾ സവർക്കർ എന്നാണ്. ഈ സവർക്കറുടെ ശിഷ്യനാണ് ഹെഡ്ഗേവാർ. അല്ല, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടത്തി ആയിരക്കണക്കിന് ആളുകളെ ഇരുട്ടിൽ പറപ്പിച്ച് ഇന്ത്യയുടെ കറുത്ത ദിനങ്ങൾ കൊണ്ടു നടന്ന ഇന്ദിരാഗാന്ധിയുടെ പേരുകൾ ഇവിടെ പല സ്ഥലത്തും വെച്ചപ്പോ അങ്ങനെയാണെന്ന് ചോദിക്കട്ടെ. ഗുജറാത്ത് കലാപത്തിന് മൂലസാക്ഷിയായിരുന്ന ഒരാളുടെ പേരിലാണ് എല്ലാ യോജനകളും, PM കിസാൻ യോജന മുതൽ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറ്റുമോ? അല്ല, അങ്ങനെയൊക്കെ നോക്കിയാൽ പറ്റുമോ? അതാ ആ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കുന്നേ. അല്ല, അത് പ്രധാനമന്ത്രിയാണ് ശ്രീ ജോമോൻ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോദി ഒരു RSS കാരനാണ്, അയാളുടെ പേര് ആരുമില്ല. മോദി പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് പേരിടുന്നത്. ഹെഡ്ഗേവാർ ഏത് ഇലക്ഷനിൽ മത്സരിച്ച് ഏത് പഞ്ചായത്തിൽ മെമ്പറായിരുന്നു? ഏത് ഇലക്ഷനിൽ പങ്കെടുത്ത് ഏത് പഞ്ചായത്തിൽ മെമ്പറായിരുന്നു ഹെഡ്ഗേവാർ? വാര്യംകുന്നൻ അർഹനാണെന്നുള്ളത് ചരിത്ര സത്യമല്ലേ? ഞാൻ ചോദിക്കുന്നത് ഹെഡ്ഗേവാർ ചെയ്ത ഒന്നും വേണ്ട. സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ജീവിച്ചു മരിച്ച ആളാണല്ലോ ഹെഡ്ഗേവാർ. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അദ്ദേഹത്തിന് ഈ രാജ്യത്തിനുള്ള സംഭാവന, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഈ രാജ്യത്തിന് എന്ത് സംഭാവന കൊടുത്തത്? സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ പങ്കെന്താണ്? ഞാൻ പറയാം നിങ്ങൾ ഈ പറയുന്ന ഗാന്ധിജി വരെ അദ്ദേഹത്തെ, ഞാൻ പറയാം, നിങ്ങൾ ഈ പറഞ്ഞ ഗാന്ധിജി വരെ അദ്ദേഹത്തെ പോയി സ്വീകരിക്കുകയും അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ഈ സമൂഹത്തിലുണ്ട്. എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന അദ്ദേഹത്തെ സ്വീകരിച്ചാൽ അദ്ദേഹത്തെ വാർത്തയിൽ നടന്ന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു, അങ്ങനെ പോയില്ല. വാർത്തയിൽ നടന്ന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ട് ഗാന്ധിജി ക്ഷണിച്ചിട്ട് പോയില്ല, അല്ലാണ്ട് സ്വീകരിക്കാൻ പോയതല്ല. നിങ്ങളൊക്കെ പറയുന്ന ഇന്ത്യയുടെ നിങ്ങളൊക്കെ പറയുന്നില്ലേ ഈ റിജിൽ മാക്കുറ്റിയുടെ നേതാവ് ഇന്ത്യയുടെ മുൻ ധനകാര്യമന്ത്രി പ്രണബ് മുഖർജി നാഗ്പൂരിൽ RSS ആസ്ഥാനം സന്ദർശിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയ വ്യക്തി ഈ ഹെഡ്ഗേവാറിന്റെ പേരായിരുന്നു. നിങ്ങൾക്ക് ഒരു വാക്കന്ന് പ്രണബ് മുഖർജിയോട് തിരിച്ചു ചോദിക്കാനുള്ള മറ്റെന്തായിരുന്നോ? റോഡരികിൽ പശുക്കുട്ടിയെ കൊല്ലാൻ ധൈര്യം കാണിച്ച റിജിൽ മാക്കുറ്റിക്ക് ഒരു ഉത്തരവുണ്ടോ? ഇതിന് പ്രണബ് മുഖർജി പുകഴ്ത്തി എന്നുള്ളതാണോ ഹെഡ്ഗേവാറിന്റെ ക്രെഡിറ്റ്? പ്രണബ് മുഖർജി പുകഴ്ത്തി എന്നുള്ളതാണോ ഹെഡ്ഗേവാറിന്റെ ക്രെഡിറ്റ്? ഞാൻ ചോദിക്കുന്നത്, സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ ജീവിച്ച് മരിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് എന്ത് സംഭാവന നൽകി? അദ്ദേഹം സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്ന എന്ത് സംഭാവന നൽകി? എന്താണ് അദ്ദേഹത്തിന്റെ ഇന്ത്യക്കുള്ള സംഭാവന എന്ന് പറയൂ. സജീവ സാന്നിധ്യമായിരുന്നു ഏത് കാലത്ത്? സ്വാതന്ത്ര്യ സമരത്തിലെ സജീവ സാന്നിധ്യമായി. ഏത് കാലത്ത്? നിങ്ങൾ എനിക്ക് അവസരം തരികയാണെങ്കിൽ ഞാനതിനെ കൃത്യമായിട്ട് പറയാൻ അവസരം കിട്ടുന്ന ഒരു സമയമല്ലല്ലോ. ഞാൻ പറയാം, സ്വാതന്ത്ര്യ സമരത്തിലെ സജീവമായിരുന്ന വ്യക്തിത്വമായിരുന്നു നിങ്ങള്. ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് ഈ ചോദ്യമൊന്നും വാര്യംകുന്നന്റെ പേര് വെച്ചപ്പോൾ ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടായിട്ട് ഞാൻ ചോദിക്കുന്നത് ഹെഡ്ഗേവാറിനെ കുറിച്ചാണ്. ഹെഡ്ഗേവാറിന്റെ റോൾ എന്താണെന്ന് പറയും. റോൾ എന്തായിരുന്നു അതൊന്ന് പറയും. സംസാരിച്ചാൽ മതി. മറ്റ് രണ്ട് പ്രതിനിധികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ച മനുഷ്യനാണ്. ഇനി എന്താ സംശയം? നിങ്ങൾക്ക് സംശയം എന്തായിരുന്നു? വാര്യംകുന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഹെഡ്ഗേവാറിന്റെ പേരിടാൻ മാത്രം അദ്ദേഹത്തിന്റെ സംഭാവന എന്താണ് രാജ്യത്തിന്? അതൊന്ന് പറയൂ. ഞാൻ പറയാം. എനിക്ക് കുറച്ച് സമയം എനിക്ക് തരണം. നിങ്ങൾ എല്ലാവരും കൂടി കിടന്ന് ബഹളം വെക്കരുത്. ഞാൻ പറയാം, എനിക്ക് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ പറയാനുണ്ട്. അതെ, ഒരു കാര്യം ഞാൻ പറയാം, പക്ഷെ ഇതിനിടയിൽ കൂടെ മറ്റു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. അതിന് ഉത്തരം ഈ വ്യക്തി പറയണം. ആരാണ് പറയുന്നത് അറിയുമോ? റിജിൽ മാക്കുറ്റി പറയണം. വാര്യംകുന്നന്റെ പേര് മലപ്പുറത്ത് ലീഗ് ഇട്ടപ്പോ ഞങ്ങൾ ആരെങ്കിലും വന്ന് സമരം ചെയ്തോ? ഞങ്ങൾ ആരെങ്കിലും അവിടെ വന്ന് നിലവിളക്കോ? ഞങ്ങൾ ആരെങ്കിലും അവിടെ വന്ന് ഓഫീസ് തല്ലിപ്പൊളിക്ക് എന്തെങ്കിലും ചെയ്തോ എന്ന് ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം. നിങ്ങൾ വാര്യംകുന്നനെ പൊക്കി നിങ്ങൾ വാര്യംകുന്നനോടാണോ നിങ്ങൾ ഹെഡ്ഗേവാറിനെ താരതമ്യം ചെയ്തത്? എന്റെ ചോദ്യം അതാണ്. താരതമ്യം ചെയ്യാൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി, പോരാടി, അത് പറയൂ. ഹെഡ്ഗേവാർ രാജ്യത്തിന് കൊടുത്ത സംഭാവനയെ കുറിച്ച് പറയൂ. അത് പറയാൻ ഞാൻ വരാം, റിജിലേക്ക് വരാം.